ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഹൈസൂൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോയതാണ്. അപ്പോൾ ആളവിടെ എത്തിയപ്പോൾ അവനവിടെ ആക്കിയിട്ട് വരും എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അതാണ് ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ ആയി ആൾ. അപ്പോൾ നമ്മളവിടെ എത്തി. ഇനി ഒന്ന് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളവിടെ പേരൊക്കെ ക്ലാസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ക്ലാസ്സിൽ പോയിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈസൂന് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവനവിടെ ആക്കിയിട്ട് വരുമെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ് റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ നേരത്തെ പോലെ ഓരോന്നും എടുത്തിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അവിടെ പാരൻസിനും കിഡ്സിനും വേണ്ടിയിട്ട് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഒരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. പക്ഷെ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് കുട്ടികളിൽ മാനസികമായിട്ടുള്ള ഏതെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പം കുട്ടികളിൽ കൂടുതൽ കഴിവുകൾ വളർത്തുക. എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തില് 100% അപ്പോൾ നമ്മൾ കാർഡ് മേക്കിങ്ങിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടൈം ആയപ്പോൾ നമ്മളങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരും കാർഡ് മേക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു 1 hour അവർ ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കാർഡ്. അത്ര മേനൊന്നും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നു. അവിടെ കിഡ്സിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർഡ് മേക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമൊന്നും ഫുള്ളായിട്ട് കാണാനൊന്നും നിന്നിട്ടില്ല. ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ ഫുഡ് കഴിച്ച് പോയതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഒരു ഷവർമയും ഒരു കോഫിയും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.